നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും തലമുതിർന്ന നേതാവായിരുന്നു VS അച്യുതാനന്ദനെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. ആലപ്പുഴയിൽ VSന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സെൻട്രലൈസ്ഡ് ലാബിൽ തീയും പുകയും ഉണ്ടായത് ജീവനക്കാരെയും പരിശോധനകൾക്കായി ലാബിലെത്തിയവരെയും ആശങ്കയിലാക്കി. അഗ്നിശമന സേനയെത്തിയാണ് തീയണച്ചത്. ആലപ്പുഴ ബീച്ചിലെയും പരിസര പ്രദേശങ്ങളിലെയും നഗരത്തിലെ വിവിധയിടങ്ങളിലെയും തെരുവുനായ ശല്യം പരിഹരിക്കാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വിജയത്തിന്റെ തുടിപ്പുകൾ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ പരിപാടി നടത്തി. ആലപ്പുഴ തെക്കേ മഹൽ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ആലപ്പുഴ ലജ്നത്ത് ഗ്രാൻഡ് ഹാളിൽ പരിപാടി സംഘടിപ്പിച്ചത്. സാഗര സഹകരണ ആശുപത്രിക്ക് സമീപത്തു നിന്നും കൈനഗിരിയിലേക്ക് സ്വകാര്യ ബസ് സർവീസിന് തുടക്കമായി. HSLM MLA ആദ്യ സർവീസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. വാർത്തകൾ വിശദമായി. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും തലമുതിർന്ന നേതാവായിരുന്നു VS അച്യുതാനന്ദനെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് പറഞ്ഞു. ആലപ്പുഴയിൽ VSന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും തലമുതിർന്ന നേതാവായിരുന്നു VS അച്യുതാനന്ദനെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് അഭിപ്രായപ്പെട്ടു. ആലപ്പുഴയിൽ VSന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മാത്രമല്ല മറിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലാകെ വലിയ നഷ്ടമാണ് VSന്റെ വിയോഗത്തോടെ ഉണ്ടായിരിക്കുന്നത്. കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള പൊതുസമൂഹത്തിന് വേണ്ടി രാഷ്ട്രീയം നോക്കാതെ സംസാരിച്ചിട്ടുള്ള അപൂർവം വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു VS എന്നും VS പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും ഇടപെട്ടിട്ടുള്ള വിഷയങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മനസ്സിൽ വലിയ സ്ഥാനം നേടിയിട്ടുള്ളതായും ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അത്താണിയാകാനും VSന് കഴിഞ്ഞിട്ടുള്ളതായും MT രമേശ് കൂട്ടിച്ചേർത്തു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും തലമുതിർന്ന ഒരു നേതാവിനെയാണ് ശ്രീ VSന്റെ നിര്യാണത്തോടുകൂടി നഷ്ടപ്പെട്ടിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മാത്രമല്ല കേരളത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിനാകെ വലിയ നഷ്ടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള പൊതുസമൂഹത്തിന് വേണ്ടി രാഷ്ട്രീയം നോക്കാതെ സംസാരിച്ചിട്ടുള്ള അപൂർവം വ്യക്തിത്വങ്ങളിലൊന്നാണ് ശ്രീ VS. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്തും മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്തും എല്ലാം ഇടപെട്ടിട്ടുള്ള വിഷയങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മനസ്സിൽ വലിയ സ്ഥാനം നേടിയിട്ടുള്ള വിഷയങ്ങളാണ്. അതുകൊണ്ട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഒരു അത്താണിയായിട്ട് പലപ്പോഴും അദ്ദേഹം മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ വളരെ അപൂർവം ആളുകളെ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലൊരു വലിയ നേതാവിനെയാണ് നഷ്ടപ്പെട്ടത്. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ K സോമൻ, മേഖലാ പ്രസിഡന്റ് N ഹരി, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ബിനോയ്, ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ അനിരുദ്ധൻ, അഡ്വക്കേറ്റ് NS സന്ധ്യ, DG സാരഥി, അജിത് പിഷാരത്ത്, കൊട്ടാരം ഉണ്ണികൃഷ്ണൻ, V ശ്രീജിത്ത് എന്നിവരും MT രമേശിനൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സെൻട്രലൈസ്ഡ് ലാബിൽ തീയും പുകയും ഉണ്ടായത് ജീവനക്കാരെയും പരിശോധനകൾക്കായി ലാബിലെത്തിയവരെയും ആശങ്കയിലാക്കി. അഗ്നിശമന സേനയെത്തിയാണ് തീയണച്ചത്. ബുധനാഴ്ച രാത്രി 9:30യോടെയായിരുന്നു സംഭവം. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ J ബ്ലോക്കിൽ 1-ാം നിലയിൽ പ്രവർത്തിക്കുന്ന സെൻട്രലൈസ്ഡ് ലാബിലെ ഫ്രിഡ്ജിൽ നിന്നും തീയും പുകയും ഉണ്ടായത് ജീവനക്കാർക്കിടയിൽ പരിഭ്രാന്തി പരത്തി. ബുധനാഴ്ച രാത്രി 9:30ഓടെയായിരുന്നു സംഭവം. ലാബിലെ ഫ്രിഡ്ജിൽ നിന്നും തീയും പുകയും കണ്ടതോടെ ലാബിലുണ്ടായിരുന്ന ടെക്നീഷ്യന്മാർ ഭീതിയോടെ പുറത്തേക്ക് ഓടി വിവരം അധികൃതരെ അറിയിച്ചു. ഉടൻ അഗ്നിശമന സേനയെ വിവരമറിയിക്കുകയും അവരെത്തി തീയണയ്ക്കുകയുമായിരുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടിക്കാനുണ്ടായ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തീപിടുത്തത്തിൽ ലാബിലെ ഫ്രിഡ്ജും 4 ഫാനുകളും കത്തി നശിച്ചു. തീപിടുത്തമുണ്ടായ സമയത്ത് ലാബിൽ 2 ലാബ് ടെക്നീഷ്യന്മാരായ വനിതകൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും തീയും പുകയും കണ്ടതോടെ അവർ പുറത്തേക്കോടി രക്ഷപ്പെട്ടതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായതെന്നും അധികൃതർ അറിയിച്ചു. ആലപ്പുഴ ബീച്ചിലെയും പരിസര പ്രദേശങ്ങളിലെയും നഗരത്തിലെ വിവിധയിടങ്ങളിലെയും തെരുവുനായ ശല്യം പരിഹരിക്കാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു.
ആലപ്പുഴ ബീച്ചിലെയും നഗരത്തിലെയും തെരുവുനായ ശല്യം പരിഹരിക്കാൻ അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്ന് നാട്ടുകാരുടെ ആക്ഷേപം. നഗരത്തിലെയും പരിസര പ്രദേശങ്ങളിലും ബീച്ചിലടക്കം തെരുവുനായ്ക്കൾ കൂട്ടമായി കറങ്ങി കാൽനടയാത്രക്കാർക്കും ഇരുചക്ര വാഹനങ്ങൾക്കും പേടിസ്വപ്നമായി മാറിയിട്ടും ബന്ധപ്പെട്ട അധികൃതർ മൗനം പാലിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നാണ് നാട്ടുകാർ ആക്ഷേപിക്കുന്നത്. തെരുവുനായ വന്ധ്യകരണമടക്കം നിരവധി പദ്ധതികൾ തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേന നടപ്പാക്കാം എന്നിരിക്കെ പദ്ധതികളെല്ലാം തന്നെ പേപ്പറിൽ മാത്രം ഒതുങ്ങുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളതെന്നും നാട്ടുകാർ ആക്ഷേപമുന്നയിക്കുന്നു. നിത്യവും നൂറുകണക്കിന് ആളുകൾ എത്തുന്ന ആലപ്പുഴ ബീച്ചിലും പരിസര റോഡുകളിലും മാത്രം 100-ലധികം തെരുവുനായ്ക്കളാണ് സ്ഥാനമുറപ്പിച്ചിരിക്കുന്നത്. ബീച്ച് കൂടാതെ ആലപ്പുഴ കളക്ട്രേറ്റ് പരിസരം, വെള്ളക്കിണർ, റെയിൽവേ സ്റ്റേഷൻ റോഡിലും പരിസര പ്രദേശങ്ങളിലടക്കം രാപ്പകൽ വ്യത്യാസമില്ലാതെയാണ് തെരുവുനായ്ക്കൾ വിലസുന്നത്. കഴിഞ്ഞ 3 മാസത്തിനിടെ വിദേശ വനിതയെയും കുട്ടികളെയും അടക്കം നിരവധി പേരെയാണ് തെരുവുനായ്ക്കൾ ആക്രമിച്ചത്. റെയിൽവേ സ്റ്റേഷനകത്ത് വെച്ചും നിരവധി പേർക്ക് തെരുവുനായയുടെ ആക്രമണം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ആക്രമണത്തിനിരയായ ആളുകൾക്ക് സാരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായതല്ലാതെ ആക്രമിച്ച തെരുവുനായ്ക്കൾ ഇപ്പോഴും പഴയപടി അതാത് സ്ഥലത്ത് തന്നെ വിഹരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇതാണ് നാട്ടുകാരിലും അമർഷം കൂട്ടാൻ കാരണം. ഇത്തരത്തിൽ പൊതുജനങ്ങൾക്കാകെ ഭയാശങ്ക സൃഷ്ടിക്കുന്ന തെരുവുനായ ശല്യം പരിഹരിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ അടിയന്തര തീരുമാനം കൈക്കൊള്ളണമെന്നും ഇത് സംബന്ധിച്ച് നടപടി സ്വീകരിക്കുന്നതിനായി ജില്ലാ കളക്ടർക്കടക്കം പരാതി കൊടുക്കാൻ ഒരുങ്ങുകയാണ് ബീച്ചിലെ ചില പ്രഭാത സവാരിക്കാരും ഒരു കൂട്ടം നാട്ടുകാരും. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. വിജയത്തിന്റെ തുടിപ്പുകൾ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ തെക്കേ മഹൽ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. വിജയത്തിന്റെ തുടിപ്പുകൾ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ പരിപാടി നടത്തി. ആലപ്പുഴ തെക്കേ മഹൽ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലജ്നത്ത് ഗ്രാൻഡ് ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ജമാഅത്ത് നിവാസികൾക്കായും 3ഓളം മദ്രസകളിലെ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കുമായി സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടിയിൽ ഡോക്ടർ ഉമർ ഷിഹാബും ഷംസുദ്ദീൻ ഖാസിമിയും ക്ലാസ് നയിച്ചു. മഹൽ പ്രസിഡന്റ് ഷഫീഖ് ഇബ്രാഹിം ചടങ്ങിൽ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി AK ഷൂബി ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. തെക്കേ മഹൽ ഖത്തീബ് ലുക്മാനുൽ ഹക്കീം, നൂറുൽ ഹുദ ചീഫ് ഇമാം ഹസ്ബുള്ള ബാക്കവി എന്നിവരും സംസാരിച്ചു. സാഗര സഹകരണ ആശുപത്രിക്ക് സമീപത്തു നിന്നും കൈനഗരിയിലേക്ക് സ്വകാര്യ ബസ് സർവീസിന് തുടക്കമായി. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. സാഗര സഹകരണ ആശുപത്രിക്ക് സമീപത്തു നിന്നും കൈനഗരിയിലേക്ക് സ്വകാര്യ ബസ് സർവീസിന് തുടക്കമായി. കഞ്ഞിപ്പാടം സ്വദേശി പ്രജീഷ് കുമാറിന്റെ ഉടമസ്ഥതയിലുള്ള കൃഷ്ണ എന്ന പേരിലെ ബസ്സാണ് സർവീസ് ആരംഭിച്ചത്. ദിവസവും രാവിലെ 7:14 സാഗര ആശുപത്രിക്ക് സമീപത്തു നിന്നും പുറപ്പെടുന്ന വാഹനം 7:34 വണ്ടാനം ആശുപത്രി, 7:46 കഞ്ഞിപ്പാടം, 7:56 ചമ്പക്കുളം, 8:08 പൂപ്പള്ളി വഴി, 8:22 കോലോത്ത് ജെട്ടിയിലെത്തും. തുടർന്ന് 8:57 ഇവിടെ നിന്ന് തിരികെ പുറപ്പെടുന്ന ബസ് ഇതേ റൂട്ട് വഴി 10:05 വീണ്ടും സാഗരയിൽ എത്തിച്ചേരും. 7:14 പുറമെ 10:25, 1:42, 5:05 എന്നിങ്ങനെ നിത്യേന 4 ട്രിപ്പുകളും കോലോത്ത് ജെട്ടിയിൽ നിന്ന് 6:40 ആരംഭിച്ച് തിരികെ ആശുപത്രിയിലേക്ക് 7:48 സമാപിക്കുന്ന 4 ട്രിപ്പുകളുമാണ് ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത്. H. സലാം MLA ആദ്യ സർവീസിന്റെ ഫ്ലാഗ് ഓഫ് ചെയ്തു. ബസ് ഡ്രൈവർ മാഹിൻ, കണ്ടക്ടർ അനൂപ്, CPIM ഏരിയ സെക്രട്ടറി C. ശ്യാംജി, മഹാദേവൻ, A. അരുൺലാൽ, KU മധു, രാജേഷ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും തലമുതിർന്ന നേതാവായിരുന്നു VS അച്യുതാനന്ദനെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. ആലപ്പുഴയിൽ VSന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സെൻട്രലൈസ്ഡ് ലാബിൽ തീയും പുകയും ഉണ്ടായത് ജീവനക്കാരെയും പരിശോധനകൾക്കായി ലാബിലെത്തിയവരെയും ആശങ്കയിലാക്കി. അഗ്നിശമന സേനയെത്തിയാണ് തീയണച്ചത്. ആലപ്പുഴ ബീച്ചിലെയും പരിസര പ്രദേശങ്ങളിലെയും നഗരത്തിലെ വിവിധയിടങ്ങളിലെയും തെരുവുനായ ശല്യം പരിഹരിക്കാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വിജയത്തിന്റെ തുടിപ്പുകൾ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ പരിപാടി നടത്തി. ആലപ്പുഴ തെക്കേ മഹൽ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ആലപ്പുഴ ലജ്നത്ത് ഗ്രാൻഡ് ഹാളിൽ പരിപാടി സംഘടിപ്പിച്ചത്. സാഗര സഹകരണ ആശുപത്രിക്ക് സമീപത്തു നിന്നും കൈനഗരിയിലേക്ക് സ്വകാര്യ ബസ് സർവീസിന് തുടക്കമായി. H. സലാം MLA ആദ്യ സർവീസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.